വെൽക്കം. തഹ്മനാണ്. ന്യൂട്രോപ്പിക്സ് ഓർ കോഗ്നിറ്റീവ് എൻഹാൻസേഴ്സ് ഓർ കോഗ്നിഷൻ എൻഹാൻസേഴ്സ്. സോ ഈ വിഭാഗം മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഓർമ്മശക്തി അല്ലെങ്കിൽ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൃത്യ മലയാള പദമാണോ എന്ന് സംശയമുണ്ട്. മറവി രോഗത്തിന് ഉപയോഗിക്കുന്ന ഉദാഹരണം അൽഷീമേഴ്സിലേക്കുള്ള ഡെമൻഷ്യ അതിൽ മറ്റും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ദെൻ തലച്ചോറിന്റെ അലേർട്ട്നെസ് ആൻഡ് അവേക്ക്ഫുൾനെസ്. തലച്ചോറ് കൂടുതലായിട്ട് അലേർട്ടായിരിക്കും. അവേക്ക്ഫുൾനെസ് ഉണർന്നിരിക്കുന്ന അവസ്ഥ, അവേക്നെസ് കൂട്ടുന്നുണ്ട്. ദെൻ ഇൻക്രീസസ് കോൺസെൻട്രേഷൻ ആൻഡ് ഫോക്കസ്, അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ദെൻ ഇൻക്രീസസ് ബ്രെയിൻ എനർജി, മൊത്തത്തിലൊരു എനർജി വർദ്ധിപ്പിക്കുകയും ഡിക്രീസസ് സ്ലീപ്പ്. സോ ഇത്രയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവയെ സെറിബ്രോ ആക്റ്റീവ് ഡ്രഗ്സ് എന്നും വിളിക്കാം. സെറിബ്രോ ആക്റ്റീവ് ഡ്രഗ്സ് അല്ലെങ്കിൽ വേറെ പേരുണ്ട് സ്മാർട്ട് ഡ്രഗ്സ് എന്നും ഇവയെ വിളിക്കാറുണ്ട്. സോ ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് നമ്മൾ. ന്യൂട്രോപ്പിക്സ് ഓർ കോഗ്നിഷൻ എൻഹാൻസേഴ്സ്, ന്യൂട്രോപ്പിക്സ് എന്നൊക്കെയാണ് നമ്മളുടെ ടോപ്പിക്കിലുള്ളത്. സോ നമുക്ക് ആദ്യം ഇത് എവിടെയാണ്, ഏത് തരം കണ്ടീഷൻസിലാണ് മനുഷ്യൻ ഈ മരുന്നുകളെ ഉപകാരപ്പെടുത്തുന്നത് നോക്കാം. അപ്പൊ നമുക്ക് അവയുടെ പ്രവർത്തനങ്ങളും ആക്ഷൻസ് ഒക്കെ കാണാം. ദെൻ വി ക്യാൻ സി വാട്ട് ആർ ദ ഡ്രഗ്സ്. നമ്മൾ സാധാരണ ചായ, കോഫി ഒക്കെ കുടിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ആക്റ്റീവ് ആവുന്നുണ്ട്. അതിനെ നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലൻസ് എന്ന് വിളിക്കാം, CNS സ്റ്റിമുലൻസ്. പക്ഷെ നമ്മൾ ഈ ന്യൂട്രോപ്പിക്സ് എന്ന് പറയുന്ന ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഇത്തരം ഉപയോഗത്തിനെല്ലാം മെഡിക്കൽ യൂസസ് ആണ്. ഒരു പ്രശ്നമില്ലാത്ത ഒരാൾക്ക് അല്പം ഓർമ്മശക്തി വർദ്ധിപ്പിച്ചേക്കാം എന്ന് കരുതി ഉപയോഗിക്കുന്നതല്ല, അങ്ങനെ ഉപയോഗിക്കാനുള്ളതല്ല ഈ മരുന്നുകൾ. പക്ഷെ ഏറ്റവും കൂടുതൽ മരുന്ന് ദുരുപയോഗം നടക്കുന്ന ഒരു മേഖല ഇതാണ്. ഓർമ്മശക്തി, ബുദ്ധിശക്തി ഒക്കെ കൂട്ടുക എന്നുള്ളത് ആൾക്കാർക്ക് ഭയങ്കര അത്യാവശ്യമാണ്. ഫുഡ് സപ്ലിമെന്റ് എന്ന പേരിലാണ് ഇത്തരം ദുരുപയോഗങ്ങൾ ഏറ്റവും കൂടുതൽ. ലഹരി മരുന്നുകളെക്കാൾ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഈ ഓർമ്മശക്തി, ബുദ്ധിശക്തി കൂട്ടുന്ന മരുന്നുകളിലാണ്. നമുക്ക് മെഡിക്കൽ യൂസസിനെ പറ്റി പറയാം. എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? 1, ഒരു പ്രധാനപ്പെട്ട ഉപയോഗം വെൻ ദർ ഇസ് എ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഉപയോഗിക്കും. മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ആണ്. സോ എന്താ ഈ കോഗ്നിഷൻ എന്ന് വെച്ചാൽ മെന്റൽ ആക്ഷൻ ആണ്. അക്വയറിംഗ് നോളജ്, അണ്ടർസ്റ്റാൻഡിംഗ് ത്രൂ തോട്ട്, എക്സ്പീരിയൻസസ് ആൻഡ് സെൻസസ്, അതെല്ലാം കൂടി ചേരുമ്പോഴാണ് കോഗ്നിറ്റീവ് എന്ന് നമ്മൾ പറയാം. സോ ഇതിന്റെ ഒരു മൊത്തം എഫക്റ്റ് ആണ് ഈ കോഗ്നിഷൻ. സോ എന്തെങ്കിലും കാരണത്താൽ ഇതിന് തടസ്സം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഈ കോഗ്നിഷൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ്, വളരെ കോംപ്ലക്സ് ആണ്. സോ അതിന് ആദ്യം നോളജ് വേണം, അല്ലെ, അറിയാൻ എന്തെങ്കിലും നോളജ്. ദെൻ നമുക്ക് അറ്റൻഷൻ വേണം, നമുക്ക് ശ്രദ്ധ വേണം അതിൽ. ദെൻ മെമ്മറി, ഓർമ്മ വേണം. മെമ്മറി തന്നെ പെട്ടെന്നുള്ള വർക്കിംഗ് മെമ്മറി ഉണ്ട്, പെട്ടെന്ന് എടുക്കാൻ നമ്മുടെ കമ്പ്യൂട്ടറിലെ റാം ഒക്കെ പോലെ. പിന്നെ അല്ലാതെ ലോങ് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ. ദെൻ ഇത് സംസാരിച്ച് പറയാനായിട്ട് വി നീഡ് ലാംഗ്വേജ് വേണം, ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യണം, ലാംഗ്വേജ് സ്പീക്കിംഗ് ഉണ്ട്. ദെൻ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കണം. ഈ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള പ്രോസസ് ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ് നടത്തണമെങ്കിൽ നമുക്ക് ജഡ്ജ്മെന്റ് വേണം, ഇവാലുവേഷൻ വേണം, റീസണിങ് വേണം, പ്രോബ്ലം സോൾവിങ് വേണം. ഇതെല്ലാം കമ്പ്യൂട്ട് ചെയ്തിട്ട് ഇതെല്ലാം കോംപ്രിഹെൻസ് ചെയ്യണം. കോംപ്ലക്സ് പ്രോസസ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഒരു കോഗ്നിഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. സോ ഇതിന്റെ എല്ലാം ആകത്തുകയാണ് കോഗ്നിഷൻ എന്ന് പറയുന്നത്. സോ ഇത്തരം വിവിധ കാര്യങ്ങളിൽ നമുക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ ഉപയോഗം അൽഷീമേഴ്സ് ഡിസീസിലാണ്. അൽഷീമേഴ്സ് ഡിസീസിനകത്ത് നമ്മൾ ഉപയോഗിക്കും. അൽഷീമേഴ്സിന് നമ്മൾ മറവി രോഗം എന്ന് പറയും. സോ ഡെമൻഷ്യ ഇൻ അൽഷീമേഴ്സ് നമുക്കറിയാം. സോ അതിനകത്തുള്ള മറവിയിൽ നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കും. അതും ന്യൂട്രോപ്പിക് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്കിലും നമ്മൾ അൽഷീമേഴ്സിന്റെ മരുന്നുകൾ പ്രത്യേകമായിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൽഷീമേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണം. ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തത് കോളിനർജിക് ഡ്രഗ്സിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ബ്രെയിൻ ഇഞ്ചുറിയിലാണ്. ബ്രെയിൻ ഇഞ്ചുറി മൂലം തലച്ചോറിൽ രക്തം കട്ടപിടിക്കുക അല്ലെങ്കിൽ രക്തപ്രവാഹം കുറഞ്ഞ് മറ്റുണ്ടാകുന്ന മറവിയുണ്ട്. മൾട്ടി ഇൻഫാർക്ട് ഡെമൻഷ്യ, സോ അങ്ങനെയൊക്കെ പറയാം. സോ ബ്രെയിൻ ഇഞ്ചുറിയിൽ നമുക്ക് ഉപയോഗിക്കാം. ബ്രെയിൻ ഇഞ്ചുറിയിൽ നമ്മൾ ത്രോംബോലൈറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ത്രോംബോലൈറ്റിക്സ് അല്ലാതെ ബ്രെയിൻ ഇഞ്ചുറിയിൽ സഹായം ചെയ്യുന്ന മരുന്നുകളെയാണ് നമ്മൾ ന്യൂട്രോപ്പിക്സ് വിഭാഗത്തിൽ പെടുത്തുക. ഇനി നാലാമത്തത് നമുക്ക് ലേണിംഗ് ഡിഫക്ട്സ് ആണ്. 4 ലേണിംഗ് ഡിഫക്ട്സ്, പഠന വൈകല്യം എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ പഠനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പുള്ള പഠനങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഓർക്കുക. മൊത്തത്തിൽ കാര്യമായിട്ട് ശരിയായി അപഗ്രഥിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത അവസ്ഥയാണ് പഠന വൈകല്യങ്ങൾ എന്ന് നമ്മൾ പറയുക. പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല ഈ പഠന ഓർമ്മയിൽ നിൽക്കുന്നില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള അല്ല. തലച്ചോറിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ലേണിംഗ് ഡിഫക്ട്സ് എന്ന് പറയും. ഇനി അഞ്ചാമത്തെ ഉപയോഗം, 5th ഉപയോഗം സൈക്കോസിസ്
സൈക്കോസിസ് രോഗികളിൽ മറ്റുണ്ടാകുന്ന സൈക്കോസിസ് നമ്മൾക്കറിയാം പോസിറ്റീവ് സിംറ്റംസ് ഉണ്ട്, നെഗറ്റീവ് സിംറ്റംസ് ഉണ്ട്. സോ സൈക്കോസിസിലുള്ള നെഗറ്റീവ് സിംറ്റംസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മറവി, ശ്രദ്ധയില്ലായ്മ, താല്പര്യമില്ലായ്മ പോലുള്ള കണ്ടീഷൻ. സോ ദ കോഗ്നിറ്റീവ് സിംറ്റംസ് ഇൻ റിലേറ്റഡ് ടു സൈക്കോസിസ് ഇൻ സൈക്കോട്ടിക് പേഷ്യൻസ്. സോ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. പോസ്റ്റ് സ്ട്രോക്ക് പേഷ്യൻസ് ഞാൻ പറഞ്ഞു, ബ്രെയിൻ ഇഞ്ചുറിയിലകത്ത് ഞാൻ പറഞ്ഞു. ദെൻ ECT, ആറാമത്തെ ഉപയോഗം ECTയിലൊക്കെ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ഒക്കെ ദീർഘനേരം ചെയ്തിട്ടുണ്ട്, എപ്പിലെപ്സിയിലും മറ്റും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഓർമ്മക്കുറവ്. ദെൻ ചിലതരം ബ്രെയിൻ സർജറി കഴിഞ്ഞിട്ട് ആ ബ്രെയിൻ്റെ ആ ഭാഗങ്ങൾ വളരാനൊക്കെ ആയിട്ട് ആ ഭാഗത്തെ വളർച്ച ഉണ്ടാക്കാനും മറ്റും നമുക്ക് ഉപയോഗിക്കാം. ദെൻ സാധാരണ ഏറ്റവും കൂടുതൽ ഏഴാമത്തെ കണ്ടീഷൻ 7 ഇവിടെ നമുക്ക് എഴുതാം. ഏറ്റവും കൂടുതൽ ഓർമ്മക്കുറവ് വരുന്നത് പ്രായാധിക്യം മൂലമാണ്. ഏജ് റിലേറ്റഡ് ഡിക്രീസ് ഇൻ മെമ്മറി. സോ വയസ്സായാലും മറ്റും ഉണ്ടാകുന്ന ഓർമ്മക്കുറവ്. ഈ ഘട്ടങ്ങളിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി 2 കണ്ടീഷൻ കൂടി ഉണ്ട്, ADHD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ADHDക്കകത്ത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഓർ ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്നാണ് നമ്മൾ പറയാം. ഈ രോഗത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയണം. സോ ADHD, പക്ഷേ ഈ മരുന്നുകൾ ഇതിനകത്ത് ചിലപ്പോഴെങ്കിലും പെടുത്താറുണ്ട്, ന്യൂട്രോപ്പിക്സ് വിഭാഗത്തിൽ പെടുത്താറെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് പറയണം. ആംഫിറ്റമിൻ ലൈക്ക് ഡ്രഗ്, മീഥൈൽഫെനിഡേറ്റ്, ആംഫിറ്റമിൻ, ലിസ്ഡെക്സ് ആംഫിറ്റമിൻ പോലെയുള്ള മരുന്നുകളൊക്കെയാണ്. പിന്നെ നമുക്ക് കൂടുതൽ ഉണർന്നിരിക്കേണ്ട അവസ്ഥ വരുന്ന സമയത്തുണ്ട്, കൂടുതൽ ഉന്മേഷത്തോടെ ഉണർന്നിരിക്കുന്ന അവസ്ഥ, അപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന മൊഡാഫെനിൽ പോലെയുള്ള മരുന്നുകളുണ്ട്. അത് നമുക്ക് ആ ഗ്രൂപ്പിനെ നമുക്ക് ശരിക്കും യൂജറോയിക്സ് എന്നാണ് വിളിക്കുക. യൂജറോയിക്സ് വിഭാഗം മരുന്നുകൾ എന്നാണ്. സോ ഇതും ഈ ഗ്രൂപ്പിൽ പറയാറുണ്ട്, ADHD ആൻഡ് ദിസ് യൂജറോയിക്സ്. പക്ഷെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ന്യൂട്രോപ്പിക്സ് ഈസ് ജസ്റ്റ് ഇംപ്രൂവിങ് ദ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ആണ് ഏറ്റവും കൂടുതൽ. അൽഷീമേഴ്സിൽ ഉപയോഗിക്കുന്ന നമുക്ക് സെപ്പറേറ്റ് പറയണം എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുക. ഇതൊരു പുതിയ സെൻട്രൽ അനസ്തീസിയയിലെ പുതിയൊരു ഡ്രഗ് ഗ്രൂപ്പാണ്. അപ്പോൾ കൃത്യമായിട്ട് ഫുൾ ക്ലാരിഫിക്കേഷനോടുകൂടി കൃത്യം ഇതാണെന്നൊന്നും പറയാറില്ല. സോ ADHD നമുക്ക് എഴുതാം, മൊഡാഫിൻ പോലെയുള്ള ഡ്രഗുകൾ നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ പെടുത്താം. പക്ഷേ നമ്മൾ പഠിക്കുന്നതൊന്നുമല്ല ശരിക്കും ഉപയോഗത്തിലേക്ക് വരുന്നത്. ഇന്റർനെറ്റിൽ ഈ മരുന്നുകൾ വളരെയധികം വിൽക്കപ്പെടുന്നുണ്ട്. മരുന്നുകളുമായോട് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ഉപയോഗാനുമതി ഇല്ലാത്ത, നമ്മൾ ഈ പറയുന്ന പല മരുന്നുകൾക്കും അവസാനം ഞാൻ പറയും മെഡിക്കൽ ഉപയോഗാനുമതി ഇല്ലാത്ത മരുന്നുകളാണ്. പക്ഷേ മെമ്മറി ബൂസ്റ്റേഴ്സ്, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദുരുപയോഗം, കച്ചവടങ്ങൾ നടക്കുന്ന ഏറ്റവും അധികം മരുന്ന് ദുരുപയോഗം ചെയ്യുന്ന മേഖലയാണെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ ഉപയോഗങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ മെക്കാനിസംസ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഈ മരുന്നുകൾ പ്രവർത്തിക്കുക? മൾട്ടിപ്പിൾ മെക്കാനിസം ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മെക്കാനിസം പറയുമ്പോഴും ആ മരുന്നുകൾ ഏത് മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമുക്ക് അവിടെ വെച്ചിട്ട് മരുന്ന് പറഞ്ഞു പോകാം. സോ ഒന്ന് ബ്രെയിനിലെ ബ്ലഡ് ഫ്ലോ ടു ബ്രെയിൻ വർദ്ധിപ്പിക്കുന്ന പണിയാണ് ഇവ ചെയ്യുക. ഉയർത്തുന്നു, വർദ്ധിപ്പിക്കുന്നു. ഇൻക്രീസസ് സെറിബ്രൽ ബ്ലഡ് ഫ്ലോ കൂട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി. സോ വെറുതെ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്ന പ്രവർത്തനമല്ല ഇത്. ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇതിനെ അങ്ങ് ഡയലേറ്റ് ചെയ്താൽ കൂടുതൽ ബ്ലഡ് വരുന്നു എന്നല്ല. ശരി, ഇപ്പൊ തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഇഞ്ചുറി ഉണ്ടെന്നായിരിക്കുക, ഇതൊരു ബ്ലഡ് വെസൽ, ഇത് വേറെ ഭാഗത്തേക്കുള്ള ബ്ലഡ് വെസൽ ആണ് എന്ന് നമ്മൾ ജസ്റ്റ് വിചാരിക്കുക. ഓക്കെ, ഇവിടെ എന്തെങ്കിലും കട്ടയുണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ഇങ്ങോട്ടേക്ക് നടക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുക. സോ ഈ ഭാഗം ഇഷ്കീമിക് ഏരിയ ആണ്, ഈ ഭാഗം നോൺ ഇഷ്കീമിക് ഏരിയ. ഇവിടത്തേക്ക് ബ്ലഡ് കുറവാണ്, ഇവിടെ ഒരു തടസ്സമുണ്ട്. ഓക്കെ, സോ വാസോ ഡയലേറ്റേഴ്സ് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? വാസോ ഡയലേറ്റേഴ്സ് അപ്പോൾ ഇതിനെയും വികസിപ്പിക്കും, ഇതിനെയും വികസിക്കും. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബ്ലഡ് ഫ്ലോ കൂടും. ഓക്കെ, സോ ഇവിടത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും, ഇഷ്കീമിക് ഏരിയയിലേക്ക് ബ്ലഡ് ഫ്ലോ കുറയും. അതിനെ നമ്മൾ സ്റ്റീൽ ഫിനോമിനൻ എന്നാണ് വിളിക്കുക. പക്ഷെ നമ്മുടെ മരുന്നുകൾ ഇതല്ല ചെയ്യുക. നമ്മുടെ മരുന്നുകൾ ഈ ഭാഗത്തേക്ക് കൂടുതൽ ബ്ലഡ്, തടസ്സപ്പെടുന്ന ഭാഗത്തേക്ക് കൂടുതൽ അല്ലെങ്കിൽ ഇഷ്കീമിക് ഭാഗത്തേക്ക് കൂടുതൽ രക്തം എത്തിക്കണം. സോ ഇങ്ങനെ ചെയ്യുന്ന മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുണ്ട്. ഈ രക്തം കട്ടപിടിക്കുന്നത് നമ്മൾ തടയുന്നതിന് ഫൈബ്രിനോലിറ്റിക്സ് മരുന്നുകളുണ്ട്. അതല്ലാതെ അത് നമ്മൾ രക്തം പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ പഠിക്കുമ്പോൾ അതല്ലാതെ ഫൈബ്രിനോലിറ്റിക്സ് അല്ലാതെ 100% കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന മരുന്നുകളില്ല. എങ്കിലും ഒരു മരുന്ന് പറയുന്നുണ്ട്, അതിന്റെ പേര് ഫേമസ് ആണ്, ജിങ്കോ ബൈലോബ എന്ന് പറയുന്ന മരുന്നാണ്. ജിങ്കോ ബൈലോബ ഒരു ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ ആണ്, സാധനം ചൈനീസ് ഹെർബാണ്. സോ ഇതിന് ഇങ്ങനെയുണ്ട് എന്ന് അവകാശവാദമുണ്ട്. ഓൾറെഡി ഇറ്റ് ഹാസ് ഗോട്ട് PAF ഇൻഹിബിറ്റിംഗ് ആക്ഷൻ, PAF ആന്റഗോണിസ്റ്റ്, പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ ആന്റഗോണിസ്റ്റിക് എഫക്ട് ഉണ്ട്. സോ പ്ലേറ്റ്ലെറ്റ് ഇവിടെ കട്ടപിടിക്കാതിരിക്കും, അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ജിങ്കോ ബൈലോബയുടെ ലീവ്സും എക്സ്ട്രാക്റ്റും ആണ്, ഇലകളും അതിന്റെ എക്സ്ട്രാക്ട്സും ആണ് കാര്യമായിട്ട് ഉപയോഗിക്കുക. ന്യൂറോ പ്രൊട്ടക്റ്റീവ്. ദെൻ ഡയറ്ററി സപ്ലിമെന്റ് എന്ന പേരിലാണ് കൊടുക്കുക. മരുന്നായിട്ട് എവിടെ ഇത് അംഗീകരിച്ചിട്ടില്ല, ഡോക്ടർമാർ എഴുതുന്നില്ല. സോ ഡയറ്ററി സപ്ലിമെന്റ് ആയിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ഭയങ്കര മാർക്കറ്റിംഗ് ഉള്ള ഫേമസ് ഡ്രഗ് ആണ്. ദെൻ ദഹനേന്ദ്രിയ സംബന്ധമായിട്ടുള്ള വിഷമതകൾ ഉണ്ടാക്കാം, നൗസിയ ഉണ്ടാക്കാം,
ഉണ്ടാക്കാം, വൊമിറ്റിംഗ് ഉണ്ടാക്കാം, ഡയറി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മരുന്നായിട്ട് ഇത് കാണുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗമുണ്ട്, ആൾക്കാർ വൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദിസ് ഡ്രഗ് ഷുഡ് നോട്ട് ബി ഗിവൺ വിത്ത് വാർഫാരിൻ. വാർഫാരിൻ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ഈ മരുന്ന് ഒരുമിച്ച് ഒരിക്കലും കഴിക്കരുത്. കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. വാർഫാരിൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദിസ് ജിങ്കോ ബൈലോബ ഷുഡ് നോട്ട് ബി യൂസ്. കാരണം പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനും കൂടി കുറച്ച് കഴിഞ്ഞാൽ സിവിയർ ബ്ലീഡിംഗ്, ബ്രെയിനിലൊക്കെ ആണെങ്കിൽ അതിഭീകരമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള ചാൻസ്. സോ ഇത് ഫുഡ് സപ്ലിമെന്റ് ആണെങ്കിലും ഷുഡ് നോട്ട് ബി യൂസ് വിത്ത് ദോസ് ഹു ആർ ടേക്കിംഗ് വാർഫാരിൻ. ഇനി രണ്ടാമത്തെ ഒരു മരുന്ന്, ഇതേ മെക്കാനിസത്തിൽ തന്നെയാണ് ഞാൻ രണ്ടാമത്തെ മരുന്ന് പറയുന്നത്, പൈറിറ്റിനോൾ ആണ്. PYRI, പൈറിറ്റിനോൾ എന്ന് പറയുന്ന മരുന്നാണ്. സോ ഈ മരുന്നിനും ഇത്തരം പ്രവർത്തനങ്ങൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. പൈറിറ്റിനോൾ ഒരു വൈറ്റമിൻ B6 ഡെറിവേറ്റീവ് ആണ്. വൈറ്റമിൻ B6ന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള മരുന്നാണ്. ഇത് ബ്രെയിൻ സെല്ലിലേക്കുള്ള ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് വർദ്ധിപ്പിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. ദെൻ രക്തയോട്ടം കുറഞ്ഞ ഭാഗത്തേക്ക് രക്തം വർദ്ധിപ്പിക്കുന്നു. സോ ഇവിടെ രക്തയോട്ടം കുറവാണെങ്കിൽ ഈ ഭാഗത്തേക്കും രക്തം വർദ്ധിപ്പിക്കുന്നതായിട്ട് പറഞ്ഞു. എന്തായാലും പൈറിറ്റിനോൾ ഉപയോഗിക്കാനുള്ളത് വിത്ത് അൺസർട്ടൺ ആക്ഷൻസ് എന്നാണ് പറയാനുള്ളൂ. ഉറപ്പായിട്ട് ഇത് 100% പ്രവർത്തിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കങ്ങനെ ദർ ഇസ് നോ സയന്റിഫിക് ഡോക്ടർ. സോ കഴിച്ചു കഴിഞ്ഞാൽ രുചി വ്യത്യാസം വരാം, ചൊറിച്ചിൽ വരാം, GI പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഇനി പൈറിറ്റിനോൾ ഇനി പറയുന്ന അടുത്ത 2 മെക്കാനിസം ഞാൻ പറയും. സോ ആ രണ്ടാമത്തെ മെക്കാനിസവും മൂന്നാമത്തെ മെക്കാനിസവും പോലുള്ള ആക്ഷൻസും പൈറിറ്റിനോളിന് ഉണ്ട്. ദെൻ വേറൊരു മെക്കാനിസം പൈറിറ്റിനോൾ പറയുന്നത്, പൈറിറ്റിനോൾ ബ്രെയിനിൽ ഇപ്പോൾ ഇതാണെങ്കിൽ അസറ്റൈൽ കോളിൻ രണ്ടായിട്ട് കോളിനും അസിറ്റേറ്റും ആയിട്ട് മാറുന്നു. ഈ കോളിൻ റീഅപ്ടേക്ക് നടത്തുന്നുണ്ട്. ഇത് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു മരുന്നായിട്ടും പൈറിറ്റിനോളിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ് വാലിഡേഷൻ പറ്റുന്ന സ്റ്റഡീസ് ഒന്നും അവൈലബിൾ അല്ല. ഇങ്ങനെ ഒരു ചില പഠനങ്ങൾ ഇങ്ങനെ പറയുന്നതായിട്ട് പറയുന്നുണ്ട്. ഇതാണ് പൈറിറ്റിനോൾ, വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മരുന്ന്. ഇനി രണ്ടാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത് ന്യൂറോണൽ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻക്രീസ് ന്യൂറോണൽ മെറ്റബോളിസം. സോ ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. സോ ഇൻക്രീസ് ഗ്ലൂക്കോസ് അപ്ടേക്ക് ഇൻ ടു ദ ന്യൂറോണിന്റെ അകത്തേക്ക് ഗ്ലൂക്കോസിന്റെ അപ്ടേക്ക് വർദ്ധിപ്പിക്കുക. സോ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസ് വിൽ ബി കൺവേർട്ടഡ് ടു ATP കൂടുതലായിട്ടുണ്ടാവും. ATP കൂടുതലായിട്ടുണ്ടാകുമ്പോൾ ഫംഗ്ഷൻ ഓഫ് ദിസ് ന്യൂറോൺ വിൽ ഇൻക്രീസ്. സോ ഇൻക്രീസ് ന്യൂറോണൽ ഫംഗ്ഷൻ ബൈ ഇൻക്രീസ് ന്യൂറോണൽ ATP സിന്തസിസ് ഒക്കെ കൂട്ടും. സോ മൊത്തത്തിൽ ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യും. സോ ഇങ്ങനെയുള്ള മരുന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മരുന്നുകളാണ് സെറ്റാംസ് ആണ് ശരിക്കും പ്രധാനപ്പെട്ട മരുന്നുകൾ. ഈ ന്യൂട്രോപിക്സ് എന്ന വാക്ക് തന്നെ ഉണ്ടായത് ഈ സെറ്റാംസ് എന്നുള്ള മരുന്നുകൾ വന്നതിന് ശേഷം. സോ സെറ്റാംസുമായിട്ട് റിലേറ്റഡ് ആണ് ന്യൂട്രോപിക്സ്. സോ ന്യൂട്രോപിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് എന്ന് വെച്ചാൽ അത് സെറ്റാംസ് ആണ്. ഡോക്ടർമാർ എഴുതുന്ന മരുന്നാണ് സെറ്റാംസ്. സോ ഇത് പ്രിസ്ക്രിപ്ഷൻ ഉള്ള മരുന്നുകളാണ്. ഏറ്റവും ഫേമസ് ഡ്രഗ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈറാസെറ്റാം എന്ന് പറയുന്ന മരുന്നാണ്. പൈറാസെറ്റാം ഒരു ഗാബയൊക്കെ പോലെ സ്ട്രക്ചർ കൊണ്ട് ഗാബ ലൈക്ക് ഡ്രഗ് ഒക്കെയാണ്. ന്യൂട്രോപ്പിൽ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഏറ്റവും ഫേമസ്. പാരാസെറ്റാമിന്റെ ഏറ്റവും ഫേമസ് ന്യൂട്രോപ്പിൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഞാൻ കേട്ടിട്ടുള്ളതും ഉപയോഗിച്ചിട്ടുള്ളതും. എൻ്റെ ഒരു പേഷ്യൻ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ്, ന്യൂട്രോപ്പിൽ എന്ന് പറയുന്ന ബ്രാൻഡ്. സോ അതിൻ്റെ ഡോസ് 100 mg/kg വരെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാലും 3 to 5 grams വരെയൊക്കെയാണ് സാധാരണ ഡെയിലി ഉപയോഗിക്കുന്നത്. ദെൻ പൈറാസെറ്റാം പോലെയുള്ള ഡ്രഗാണ് അനിറാസെറ്റാം എന്ന് പറയുന്നത്. അനിറാസെറ്റാം മാർക്കറ്റിലുള്ള ഒരു മരുന്നാണ്. ദെൻ പുതിയതായിട്ട് ഒരെണ്ണം വന്നുകൊണ്ടിരിക്കുന്നത് പ്രാം എന്ന് എഴുതുക, വിറാസെറ്റാം എന്ന് പറയുന്ന മരുന്ന്. ഇതിന്റെ ഡോസ് കുറവ് മതി, ഏകദേശം 15 mg/kg അത്രയൊക്കെ മതി. അതിന്റെ അർത്ഥം ഈ ഡോസ് വളരെയധികം കുറയ്ക്കാം എന്നുള്ളതാണ് ഈ മരുന്നിന്. ഇതാണ് പുതിയൊരു മെമ്പർ. ഇനി ഇതല്ലാതെ വേറെ ഒരുപാട് സെറ്റാംസ് അവൈലബിൾ ആണ്. അതിന്റെ പേര് 1-oxiracetam എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. മോഡിറാസെറ്റാം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഇറാസെറ്റാം ഈസ് അനദർ വൺ, ഇറാസെറ്റാം. ദെൻ ഫോണ്ടുറാസെറ്റാം. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ മാർക്കറ്റിൽ ഔട്ട് ഓഫ് മെഡിക്കൽ യൂസസ് അല്ലാതെ, മെഡിക്കൽ യൂസസ് ഈ 2 മരുന്നുകളാണ്, പൈറാസെറ്റാം ആൻഡ് അനിറാസെറ്റാം. ഇത് ഇറങ്ങാൻ പോകുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് രണ്ടും അവൈലബിൾ ആണ്. ബാക്കി ഇതെല്ലാം ഔട്ട് ഓഫ് മാർക്കറ്റിലുള്ള മരുന്നാണ്. നോട്ട് പ്രിസ്ക്രൈബ് ബൈ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നല്ല, അപ്രൂവ് ചെയ്തിട്ടില്ല. ഒരു ഏജൻസി ലൈക്ക് FDA പോലുള്ള ആരും അപ്രൂവ് ചെയ്യാതെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനായിട്ട് മാർക്കറ്റിൽ ഇന്റർനെറ്റിലൊക്കെ ധാരാളം കിട്ടുന്ന മരുന്നുകളാണ് ഫോണ്ടുറാസെറ്റാം, ഇറാസെറ്റാം, മോഡിറാസെറ്റാം, ഓക്സിറാസെറ്റാം പോലെയുള്ള മരുന്നുകൾ. സോ അതിൽ ഞാൻ പറഞ്ഞു പാരാസെറ്റാം ആണ് ഏറ്റവും ഫേമസ് ആൻഡ് ഏറ്റവും ഉപയോഗിക്കുന്നത്. സോ ഇറ്റ്
പ്രൊട്ടക്ട് സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രൽ കോർട്ടക്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മരുന്നാണ്. പ്രൊട്ടക്ട് ഫ്രം വാട്ട്? ഫ്രം ഹൈപ്പോക്സിയ. ബ്രെയിനകത്ത് ഓക്സിജൻ കുറയുന്ന അവസ്ഥ ഹൈപ്പോക്സിയയിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻഹിബിറ്റ് പ്ലേറ്റ്ലെറ്റിന്റെ അഗ്രിഗേഷനും കുറച്ച് തടയുന്ന ആക്ഷൻസ് ഉണ്ട്. ആൻഡ് ദിസ് ക്യാൻ ഇംപ്രൂവ് ലേണിംഗ് ആൻഡ് മെമ്മറി. ലേണിംഗ് പ്രോസസ് ദെൻ മെമ്മറി പ്രോസസ്സിനൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഉപയോഗം അനുവദിച്ചിട്ടുള്ള മരുന്നാണ്. സോ ദിസ് ദ ആക്ച്വൽ പാരാസിറ്റാം ആണ് ഈ മരുന്നുകൾ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള മരുന്ന്. ദെൻ ബ്രെയിൻ ഉണർത്തി എത്തുമ്പോൾ അഡ്വേഴ്സ് എഫക്റ്റ് എന്തായിരിക്കും? ഉറക്കക്കുറവ്, ഇൻസോംനിയ ഉണ്ടാക്കും അല്ലേ? അതായിരിക്കും. ദെൻ ഹെഡ് ഏക്ക് റിലേറ്റഡ് ടു തലവേദന ഉണ്ട് പാരാസിറ്റാമുമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാം. ബ്രെയിൻ എപ്പോഴും ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് നെർവസ്നെസ് കൂടുതലായിരിക്കും. ദെൻ ക്യാൻ അൾട്ടിമേറ്റ്ലി ലീഡ് ടു സംടൈംസ് ഡിപ്രഷൻ വരെ ഉണ്ടാക്കാം. സോ ഇതാണ് ഇവയുടെ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയാവുന്നത്. എങ്കിലും താരതമ്യേന ഈ അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ കുറവാണ്. വലിയ ഭയങ്കര സീരിയസ് പ്രശ്നങ്ങളുള്ള മരുന്നുകളൊന്നുമല്ല, താരതമ്യേന ലഘുവായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. സോ ന്യൂട്രോപ്പിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് വിട്ടുപോകാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ഇതാണ്. നേരത്തെ രണ്ടും പറഞ്ഞത് രണ്ടും തിയററ്റിക്കലി അപ്രൂവ്ഡ് ഒന്നുമല്ല, ഒരു ഏജൻസികളും അപ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷേ പാരാസിറ്റാം, എൻറാസിറ്റാം പോലെയുള്ള മരുന്നുകൾ അപ്രൂവ്ഡ് ഇൻ ഞാൻ പറഞ്ഞ ആ കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കുന്നതും അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നാണ്. ഇനി ഈ മരുന്നുകളുടെ മൂന്നാമത്തെ മെക്കാനിസം ഓഫ് ആക്ഷൻ, തേർഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ദീസ് ഡ്രഗ് ഇൻക്രീസസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇൻക്രീസ് ഇൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഓർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ മോഡുലേഷൻ വർദ്ധിപ്പിക്കുന്ന തരം മരുന്നാണ്. ഇൻക്രീസസ് ന്യൂറോ ട്രാൻസ്മിറ്റർ മോഡുലേഷൻ. സോ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ബ്രെയിനിലെ ഓർമ്മശക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അസറ്റൈൽ കോളീൻ ആണ്. അസറ്റൈൽ കോളീൻ ഇൻ ദ ബ്രെയിൻ. സോ ബ്രെയിനിൽ അസറ്റൈൽ കോളീൻ, ഹിപ്പോകാമ്പസ് തുടങ്ങിയവ ആ ഭാഗത്തൊക്കെയാണല്ലോ ഓർമ്മ, അവിടെയൊക്കെ അസറ്റൈൽ കോളീൻ ഉണ്ട്. സോ അസറ്റൈൽ കോളീൻ വർദ്ധിപ്പിക്കാനായിട്ട് കോളിൻ എസ്റ്ററേസ് എന്ന് വെച്ചാൽ അസറ്റൈൽ കോളീനെ രണ്ടാക്കുന്ന, ഇങ്ങനെ കണ്ടിച്ചു മാറ്റുന്ന ആളാണ്. സോ അതിനെ തടയുന്ന മരുന്നുകളുണ്ട്, കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ്. സോ ദീസ് ഡ്രഗ്സ് സെലക്റ്റീവ്ലി ആക്ട് ഇൻ ദ ബ്രെയിനിൽ മാത്രം ആക്ട് ചെയ്യുന്ന മരുന്നുകളാണ്. ഒന്ന് ഡോണപ്പെസിലാണ്. ഡോണപ്പെസിൽ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ റിവാസ്റ്റിക്മിൻ ഉണ്ട്. റിവാസ്റ്റിക്മിൻ എന്ന് പറയുന്ന മരുന്ന്. ദെൻ കുറച്ച് ഉപയോഗമുള്ളത് ഗാലൻടമിൻ എന്ന് പറയുന്ന മരുന്നാണ്. ഇനി ടാക്കറിനൊക്കെ ഉണ്ട്, അതൊക്കെ നിരോധിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മരുന്നുകൾ. ഈ മരുന്നുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കോളിനർജിക്സിനകത്ത് ഈ മരുന്നുകൾ ഞാൻ ഡിസ്കസ് ചെയ്താണ്. ഇത് അൾഷീമേഴ്സ് ഡിസീസിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. സോ ദീസ് ആർ അപ്രൂവ്ഡ് ഡ്രഗ്സ് ഫോർ അൾഷീമേഴ്സ്. സോ അൾഷീമേഴ്സിലുണ്ടാവുന്ന മറവിയിൽ ഈ മരുന്നുകൾ കാര്യമായിട്ടുള്ള പ്രയോജനമുണ്ട്. സോ ഡെമൻഷ്യ ഇൻ അൾഷീമേഴ്സിൽ ഉപയോഗിക്കുന്ന മരുന്ന്. ദെൻ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ മോഡുലേഷനിലുള്ള രണ്ടാമത്തെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗ്ലൂട്ടമേറ്റ്. സോ ഗ്ലൂട്ടമേറ്റ് ബ്രെയിനിലെ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് നമുക്കറിയാം. സോ എക്സൈറ്റേറ്ററി ടോക്സിറ്റി ഉണ്ടാക്കും. എക്സൈറ്റോടോക്സിറ്റി ഓഫ് ഗ്ലൂട്ടമേറ്റ്. അത് ഗ്ലൂട്ടമേറ്റ് ആക്ട് ചെയ്യുന്ന ഒരു റിസപ്റ്റർ ആണ് NMDA റിസപ്റ്റർ. വേറെ റിസപ്റ്റർ ഉണ്ട്, എങ്കിലും NMDA റിസപ്റ്റർ വഴി പ്രവർത്തിക്കുന്നതാണ്. സോ ഈ നമ്മൾ പറയാൻ പോകുന്ന ഡ്രഗ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രഗ് ആണ് മെമാൻറ്റിൻ എന്ന് പറയുന്ന മരുന്ന്. മെമാൻറ്റിൻ ഈസ് ദ നമ്പർ 1 ഡ്രഗ് നൗ ഇൻ അൾഷീമേഴ്സ് ഡിസീസിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് മെമാൻറ്റിൻ ആണ്. സോ മെമാൻറ്റിൻ ഈ റിസപ്റ്ററിനെ തടയുകയാണ്. സോ എക്സൈറ്റോടോക്സിറ്റി കുറയ്ക്കുന്നു. സോ ഇത് രണ്ടും നമുക്ക് അൾഷീമേഴ്സിൽ നമുക്ക് കൂടുതൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ന്യൂട്രോപ്പിക് മരുന്നാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ന്യൂട്രോപ്പിക്സ്. സോ അതുകൊണ്ടാണ് മിക്കവാറും ബുക്കുകളിലൊക്കെ ന്യൂട്രോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മരുന്നും കൂടി പറയുന്നുണ്ട്. സോ വി ക്യാൻ ജസ്റ്റ് റൈറ്റ്. ഇനി ഇത്തരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവ് ഉയർത്തുന്നത്, ഇപ്പോൾ ഉദാഹരണം നോറഡ്രിനാലിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, 5-HT ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, ഡോപ്പമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. സോ ഇതിന്റെയൊക്കെ അളവ് ഉയർത്തുന്ന, ബ്രെയിനിൽ ഉയർത്തുന്ന തരം മരുന്നുകളാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ആംഫിറ്റമിൻ ലൈക്ക് ഡ്രഗ്. ആംഫിറ്റമിൻ CNS സ്റ്റിമുലൻസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന മരുന്നാണ്. ആംഫിറ്റമിൻ ഉണ്ട്, മീഥൈൽഫെനിഡേറ്റ് ഉണ്ട്, ദെൻ ലിസ് ഡെക്സ് ആംഫിറ്റമിൻ ഉണ്ട്, ദെൻ വെറും ഡെക്സ് ആംഫിറ്റമിൻ പോലെയുള്ള മരുന്നുകളുണ്ട്. സോ ഇവയെല്ലാം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ADHDയിലാണ്. സോ ദിസ് ഓൾസോ ഈസ് റിഗാർഡഡ് ആസ് സം വേ ന്യൂട്രോപ്പിക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ദെൻ ഇനി മറ്റു പല ആക്ഷൻസും കൂടെ പ്രവർത്തിക്കുമെന്ന് കരുതുന്ന എഫിക്കസി തെളിയിച്ചിട്ടില്ലാത്ത മരുന്നുകളെ പറ്റിയാണ് നമുക്കിനി പറയാനുള്ളത്. സോ എഫിക്കസി നോട്ട് പ്രൂവ്ഡ്, എഫിക്കസി പ്രൂവൻ അല്ല. ഞാൻ ഓൾറെഡി ആദ്യം രണ്ട് പറഞ്ഞ മരുന്നുകളും എഫിക്കസി പ്രൂവൻ ഒന്നും അല്ല. ഏതായിരുന്നു? ജിങ്കോ ബൈലോബയും മറ്റേ പൈറിറ്റിനോളും, അതും എഫിക്കസി ഒന്നും പ്രൂവൻ അല്ല. അതിൻ്റെ കൂടെ ചേർത്ത് പറയാവുന്ന മറ്റ് കുറേ മരുന്നുകൾ കൂടിയുണ്ട്. സോ ഈ മരുന്നിൽ ഒന്ന് ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻ ഇ. ആന്റി ഓക്സിഡന്റ് ബ്രെയിനിലുള്ള പല ഓക്സിഡേഷൻ അങ്ങനെയൊക്കെയുള്ള റിയാക്ഷൻ വന്നിട്ട് ഉണ്ടാകാവുന്ന
ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഇല്ലാതാക്കി ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് ആന്റി ഓക്സിഡന്റ്. സോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഓർമ്മശക്തി കൂട്ടും എന്ന് കരുതി ഇത് കഴിക്കുന്ന ധാരാളം പേരുണ്ട്. ഡോക്ടർമാരായാലും ചിലപ്പോൾ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആന്റി ഓക്സിഡന്റ് ആയി കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സപ്ലിമെന്റ് ചെയ്തേക്കാം. ദെൻ പിന്നെ ഒരു മരുന്ന് രണ്ടാമത്തെ പിരിബെഡിലാണ്. പിരിബെഡിൽ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. പിരിബെഡിൽ ഇസ് എ ഡോപ്പമിൻ റിസപ്റ്റർ അഗോണിസ്റ്റ് മരുന്നാണ് പിരിബെഡിൽ എന്ന് പറയുന്ന മരുന്ന്. ദെൻ പിന്നെ ഒരു മരുന്നുള്ളത് മൂന്നാമത്തത് എർഗോടോക്സിൻ എന്ന് പറയുന്ന മരുന്നാണ്. എർഗോടോക്സിൻ റിലേറ്റഡ് ഹൈഡർജിൻ, അനദർ ഡ്രഗ് ഈസ് ഹൈഡർജിൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്. നാലാമത്തെ ഒരു മരുന്ന് സിറ്റിക്കോളിൻ ആണ്. സിറ്റിക്കോളിൻ എന്ന് പറയുന്ന മരുന്ന് ചൈനയിലൊക്കെയാണ് തോന്നുന്നു വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ 2009 മുതൽ അമേരിക്കയിൽ ഇതൊരു പ്രിസ്ക്രിപ്ഷൻ മരുന്നല്ല. ദാറ്റ് മീൻസ് പ്രിസ്ക്രിപ്ഷൻ മരുന്നായിട്ടുള്ള ഉപയോഗം അത് നിരോധിച്ചിട്ടുണ്ട്. മരുന്ന് നിരോധിച്ചിട്ടില്ല, പക്ഷെ ഇറ്റ് ഈസ് യൂസ് ആസ് എ ഡയറ്ററി സപ്ലിമെന്റ് മാത്രമായിട്ട്. സോ മരുന്നായിട്ട് ഡോക്ടർ എഴുതുന്നില്ല, പക്ഷേ ഡയറ്ററി സപ്ലിമെന്റ് ആയിട്ട് ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. ബ്രെയിനിൽ ഇഷ്കീമിയൊക്കെ ഉണ്ടെങ്കിൽ ബ്രെയിനിലെ ഓക്സിജൻ ലെവൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, സപ്ലൈ വർദ്ധിപ്പിക്കാനായിട്ട് ഈ മരുന്ന് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ മരുന്ന്. ഈ മരുന്ന് ഒരു വാട്ടർ സോലുബിൾ ഡ്രഗ് ആണ്. വാട്ടർ സോലുബിൾ ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത 10% കൂടുതലെങ്കിലും പോകുന്നത് ലങ്സിലൂടെ, മൂക്കിലൂടെ അല്ല, ലങ്സിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഒരു മരുന്ന് കൂടിയാണ് ദി സിറ്റിക്കോളിൻ എന്ന് പറയുന്ന മരുന്ന്. 250 മുതൽ 1000 മില്ലിഗ്രാം വരെയൊക്കെ 1000 മില്ലിഗ്രാം വരെയൊക്കെ ഡോക്ടർമാരെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് എഫിക്കസി പ്രൂവൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാത്തത് കൊണ്ടാണ് FDA ഇത് ഉപയോഗത്തിൽ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഡയറ്ററി സപ്ലിമെന്റ് സ്ട്രോക്ക് ഒക്കെ വന്ന രോഗികൾക്ക് സിറ്റിക്കോളിൻ കൊടുക്കാറുണ്ട് ഡോക്ടർമാർ. ഇനി പറയുന്നതും ഇതേപോലെയുള്ള മരുന്നുകൾ തന്നെയാണ്. എഫിക്കസി അൺനോൺ ആൻഡ് വലിയ അപ്രൂവൽ സ്റ്റാറ്റസ് ഒന്നും ഇല്ലാത്ത മരുന്നുകളാണ്. അഞ്ചാമത്തെ മരുന്ന് വിൻപോസെറ്റിൻ ആണ്. വിൻപോസെറ്റിൻ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിൻക ആൽക്കലോയിഡ്സ് ആയിട്ട് തോന്നും. അത് തന്നെയാണ് വിൻക. ആ ചെടികളിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ്. ഇറ്റ്സ് എ വാസോ ഡയലേറ്റർ ബ്ലഡിലുള്ള ബ്രെയിനിലെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുന്ന വാസോ ഡയലേറ്റർ മരുന്നാണ്. ശവനാർ ചെടിയാണ് വിൻക. കാത്തറാൻസസ് എന്നും പേരുണ്ട്. സോ അൾഷീമേഴ്സ് പഠനങ്ങളിലൊന്നും കാര്യമായിട്ട് പ്രയോജനം ഉണ്ടായിട്ടില്ല ഈ മരുന്നുകൾ, പക്ഷെ ഉപയോഗപ്പെടുത്തിയേക്കാം ചിലപ്പോൾ. ആറാമത്തെ ഒരു മരുന്ന് ഒരു ഹോർമോണാണ്. പ്രഗ്നിനോലോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. പ്രൊജസ്ട്രോജനിക് ഹോർമോണാണ്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന എക്സസീവ് ഫറ്റീഗ് കുറയ്ക്കാനും ബൂസ്റ്റിംഗ് എനർജിക്കൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. സോ പദാർത്ഥമാണ്. സോ ഇതും ഞാൻ പറയുന്ന മരുന്നായിട്ട് അപ്രൂവ്ഡ് ഒന്നുമല്ല, പക്ഷെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. ദെൻ അടുത്ത് വരുന്ന അതേപോലത്തെ ഉള്ളത് മെക്ലോഫിനോക്സേറ്റ് എന്ന് പറയുന്ന മരുന്നാണ്. മെക്ലോഫിനോക്സേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേര് സെൻട്രോഫിനോക്സിൻ എന്നാണ്. സെൻട്രോഫിനോക്സിൻ എന്നും പറയും. സോ ഇത് ആൽക്കഹോളിസം, മദ്യപാനത്തിനെതിരെയും അല്ലെങ്കിൽ ഡെമൻഷ്യയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നായിട്ട് ഞാൻ പറഞ്ഞു അപ്രൂവൽ ഉള്ളതൊന്നുമല്ല. ദെൻ എട്ടാമത്തെ ഒരു മരുന്ന് ഫോസ്ഫാറ്റിഡൈൽസെറീൻ ആണ്. ഫോസ്ഫാറ്റിഡൈൽസെറീൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. സോ ഇത് കിട്ടുന്നത് സൺഫ്ലവറിലെ ലെസിത്തിൻ നിന്നാണ്. സോ ഇതും ഉപയോഗത്തിലുണ്ട്. ദെൻ അസെറ്റാൽ, ഒമ്പതാമത്തത് അസെറ്റാൽ എൽ കാർണിറ്റിൻ എന്ന് പറയുന്നതും ഇതേപോലെയുള്ള എൽ കാർണിറ്റിൻ നമുക്കറിയാം വേറെ പല ലിവർ സംബന്ധമായിട്ടുള്ള ബ്രെയിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചേക്കാം. സോ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അടുത്തൊരു മരുന്ന് തിയാനിൻ എന്ന് പറയുന്ന ഒരു മരുന്നും ഇതേപോലെ ഉപയോഗിക്കുന്ന 250 മില്ലിഗ്രാം ഒക്കെ ദിവസം കൊടുത്ത് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് പോലെയുള്ള മരുന്ന് തന്നെ. ദെൻ ഇനി നമുക്ക് രണ്ട് മരുന്നുകൾ കൂടി, അത് വളരെ പ്രധാനപ്പെട്ട മരുന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ബാക്കോപ്പ, ബാക്കോപ്പ മൊനീറ, MONNIERI എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. വാട്ടർ ഹയസോപ്പാണ്. വാട്ടർ ഹയസോപ്പ് എന്ന് പറയും. സോ ഇതിൻ്റെ വേറൊരു പേര് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ബ്രഹ്മി എന്നാണ് പറയാം. സോ ഈ ചെടിയെ നമ്മൾ ബ്രഹ്മി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലൊക്കെ നമ്മൾ ബ്രഹ്മി എന്ന് പറയുന്നത് സെൻറ്റല്ല ഏഷ്യാറ്റിക്ക എന്ന് പറയുന്ന ചെടിയാണ്. സോ രണ്ടായാലും ബാക്കോപ്പ മൊനീറിയായാലും സെൻട്രൽ ഏഷ്യാറ്റിക്ക ആയാലും ബ്രഹ്മിയാണ്. ബ്രഹ്മി പക്ഷേ പറഞ്ഞ മാതിരി അപ്രൂവ്ഡ് ഒന്നുമല്ല. പക്ഷേ ഇന്ത്യയിൽ വളരെയധികം ഇതിൻ്റെ എക്സ്ട്രാക്ട് കഴിക്കുന്നവർ ധാരാളം ഉണ്ട്. ഭയങ്കര കച്ചവടമുള്ള ഒരു മരുന്നാണ് ബാക്കോപ്പ മൊനീറി. സെൻട്രൽ ഏഷ്യാറ്റിക്ക ബ്രഹ്മി മരുന്നിൻ്റെ ബുദ്ധിക്ക് പകരം, ബുദ്ധി കൂട്ടാൻ ഏറ്റവും അധികം ആൾക്കാർ ബ്രഹ്മി കൊടുക്കുക എന്നുള്ളതാണ് ആയുർവേദോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. ദെൻ പിന്നെ ഇതേപോലെ ബ്രഹ്മി പോലെയുള്ള വേറൊരു ചെടിയും കൂടി പറഞ്ഞേക്കാം. റോഡിയോള എന്ന് പറയുന്ന ഒരു ചെടി, റോഡിയോള റോസേ എന്ന് പറയുന്ന ചെടി, അല്ലെങ്കിൽ റോഡിയോള വേറൊരെണ്ണം കൂടി ഉണ്ടല്ലോ, റോഡിയോള ക്രെനുലേറ്റ എന്ന് പറയുന്ന ഒരു ചെടി. സോ ഇതിന്റെ എക്സ്ട്രാക്റ്റും ഇതേപോലെ വൈഡായിട്ട് എക്സ്ട്രാക്ട് സമാനമായിട്ട് ബുദ്ധിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് പല ആൾക്കാരും മേടിച്ച് കഴിക്കുന്ന മരുന്നുകളാണ്. സോ ഞാൻ ഈ ഇത്രയും മരുന്നുകൾ എഫിക്കസി പ്രൂവൻ അല്ലാത്ത, ഇനി മറ്റേത് ഞാൻ പറയാം ജിങ്കോ ബൈലോബ അങ്ങനെയൊക്കെ തന്നെയാണ്. ജിങ്കോ ബൈലോബയും അങ്ങനെ തന്നെയാണ്. പൈറിറ്റിനോളും ഏകദേശം ഇതൊക്കെ തന്നെയാണ്. സോ ആക്ച്വലി നമുക്ക്
ന്യൂട്രോപിക്സ് എന്ന് പറയുമ്പോൾ അവസാനം നമ്മൾ എത്തുന്നത് ഒറ്റ മരുന്നിലേക്കാണ്. പൈറാസിറ്റാം പോലെയുള്ള സെറ്റാം വിഭാഗം മരുന്നുകൾ മാത്രമാണ് ശരിയായിട്ടുള്ള ന്യൂട്രോപിക് എന്ന് നമുക്ക് പറയാനുള്ളത്. പിന്നെ അൽഷീമേഴ്സിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അത് അൽഷീമേഴ്സ് മൂലമുള്ള ഡെമൻഷ്യ ACH വർദ്ധിപ്പിച്ച് ഉപയോഗിക്കുന്ന മരുന്ന്. സോ ഇതല്ലാതെ ഞാൻ ഈ പറഞ്ഞത് ജിങ്കോ ബൈലോബ ആയാലും പൈററ്റോൾ ആയാലും വൈറ്റമിൻ ഇ ആയാലും പിരിബിഡിലായാലും എർഗോടോക്സിൻ, സിറ്റിക്കോളിൻ, ഫോസ്ഫാറ്റിഡൈൽസെറീൻ ആയാലും തിയാനിൻ ആയാലും അസിറ്റൈൽ കാർണിറ്റിൻ ആയാലും വിൻപോസിറ്റിൻ, പ്രഗ്നിലോൺ, മെക്ലോഫിനോക്സൈറ്റ് ആയാലും ബെക്കോപ്പമനേറി, സെൻട്രൽ ഏഷ്യാറ്റിക്ക, റോഡിയോള. സോ ദീസ് ഓൾ ആർ യൂസ്ഡ് വൈഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ മറ്റേതൊക്കെ പഠിച്ചു വയ്ക്കുകയും നാട്ടിൽ നടക്കുന്ന എന്താണെന്ന് അറിയാതിരിക്കുകയും ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും മരുന്നുകളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞത്. സോ ഇതൊക്കെയാണ് ജനങ്ങൾ അധികവും ഇന്റർനെറ്റിൽ നിന്നോ പല സൈറ്റുകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതെന്ന് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. സോ അതുകൊണ്ട് അതുമായിട്ടുള്ള വളരെയധികം ടോക്സിറ്റി ഒക്കെ വരാനുള്ള ചാൻസുകൾ ഇത്തരം രോഗികളിൽ ഉണ്ടാകും. സോ ദാറ്റ്സ് ഓൾ ഇൻ ന്യൂട്രോപിക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.